ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നൈസ് പത്തിരിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നൈസ് പത്തിരി ഒന്നും തയ്യാറാക്കിയിട്ട് എടുക്കാൻ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പാചകം പഠിക്കണവരൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നൈസ് പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. നൈസ് പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടി വേണം കേട്ടോ എടുക്കാനായിട്ട്. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി വേണം ഈ ഒരു പത്തിരി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ. ഇനി നമുക്ക് ഈ ഒരു അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ നമുക്കൊരു 1.25 കപ്പ് വരെയൊക്കെ വെള്ളം ആവശ്യമായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ അരിപ്പൊടിക്കും വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് ടു 1.5 കപ്പോളം നമുക്ക് വെള്ളത്തിൻ്റെ ഒക്കെ ആവശ്യം വരും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള അരിപ്പൊടിയുടെ വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചാൽ 1.5 കപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. വെള്ളം നല്ലോണമൊക്കെ ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പൊടി ഒന്ന് വാട്ടിയെടുക്കാം. പൊടി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മളിത് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ ആകെ ഇങ്ങനെ കട്ട പിടിച്ച പോലെയാകും. പിന്നെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് പൊടി അധികം ഇങ്ങനെ നനഞ്ഞൊന്നും കിട്ടില്ല കേട്ടോ, നനയാണ്ടൊക്കെ പോകും. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈയെടുക്കാണ്ട് ഇതുപോലൊക്കെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ പൊടിയൊക്കെ നല്ലോണമൊക്കെ ഒന്ന് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കുക. അപ്പോഴേക്കും ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് അങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നൈസ് പത്തിരിയുടെ മാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൽ തന്നെ വെക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒരു പാത്രത്തിൻ്റെ ചൂട് കാരണം മാവ് ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് കുഴച്ച് കൂടെ എടുക്കണം കേട്ടോ. നല്ല ചൂടുണ്ട് മാവ്, എന്നാലും നമ്മുടെ കൈയൊന്നും പൊള്ളാത്ത വിധത്തിൽ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താലും മതി കേട്ടോ. മാവ് നമ്മൾ എത്രത്തോളം നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടും പിന്നെ പത്തിരി നല്ല വീർത്തും വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ചൂടാറിന് ശേഷം കുഴച്ചെടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പത്തിരി ഒട്ടും പൊങ്ങി വരില്ല, പിന്നെ സോഫ്റ്റ് ആയിട്ടും കിട്ടില്ല കേട്ടോ. കൈയൊന്നും പൊള്ളാതിരിക്കാനായിട്ട് ഇതുപോലൊക്കെ ഒന്ന് ചെയ്താൽ മതി. ഇതുപോലെ ആദ്യം ഗ്ലാസ്സൊക്കെ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു നല്ലൊരു ചൂടൊക്കെ പോയിട്ടുണ്ടാവില്ല, പിന്നെ നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കൈയൊക്കെ വെള്ളത്തിലൊക്കെ ഒന്ന് നനച്ചതിന് ശേഷം കുഴച്ചെടുക്കുകയാണെങ്കിൽ അധികം ചൂടൊന്നും നമ്മുടെ കയ്യിൽ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അരിപ്പൊടിയും വെള്ളമൊക്കെ എടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളം എന്ന കണക്കിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കണവരാണെങ്കിൽ ആദ്യം ഒരു 1.5 കപ്പ് വെള്ളമൊക്കെ തിളപ്പിക്കുക കേട്ടോ 1 കപ്പ് അരിപ്പൊടിക്ക്. എന്നിട്ട് അതിൽ നിന്ന് ഒരു 1/4 കപ്പോളം ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ കുറവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള ആ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പ് കൊണ്ട് തന്നെ വേണം കേട്ടോ വെള്ളം അളന്നെടുക്കാനായിട്ട്. എന്നാലാണ് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവൊക്കെ റെഡി ആയിട്ടൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിതേ മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ബോളുകളാക്കി എടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആദ്യമേ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് നമുക്കത് പരത്തിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ എല്ലാതും ഒരേ വലുപ്പത്തിൽ തന്നെ വേണം കേട്ടോ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പത്തിരി പ്രസ്സിലാണ് കേട്ടോ അത് പരത്തിയെടുക്കണത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു അല്പം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രം മതിയാകും. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ഈ ഒരു ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്താലും മതി കേട്ടോ. പിന്നീട് എപ്പോഴും ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നൈസായിട്ടുള്ള പത്തിരി നമുക്ക് റെഡി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ ഫസ്റ്റത്തെ പത്തിരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അതിലും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അതുപോലെ അങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കണത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പത്തിരി പരത്തിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. നല്ല നൈസായിട്ടുള്ള പത്തിരി തന്നെയാണ് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും ഞാനിവിടെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് അരിപ്പൊടിയൊക്കെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് അടക്കി വെക്കണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ എല്ലാതും പരത്തിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം.
അപ്പോൾ പത്തിരി ചുട്ടെടുക്കാനായിട്ടുള്ള പാനൊക്കെ അതേ നല്ലോണം ചൂടായി കിടക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പത്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കണം. അതിന് ശേഷം രണ്ടാമത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. പിന്നീടൊക്കെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ വീർത്ത് വരും. അപ്പോൾ നമ്മൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ മാത്രമാണ് കേട്ടോ ഇതുപോലെയൊക്കെ പൊങ്ങി വരുള്ളൂ. പിന്നെ നല്ല സോഫ്റ്റായിട്ട് പത്തിരി കിട്ടണമെങ്കിൽ മാവ് നല്ലോണം തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫസ്റ്റത്തത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ രണ്ടെണ്ണമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചുട്ടെടുക്കണത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നൈസായിട്ടുള്ള പത്തിരിയാണ്. അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത്. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്